ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ ഒരു ഷോർട്ട് പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. പക്ഷേ നമുക്കതിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു ബെറ്റർ പൊസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ഇൻ ദ ലെസൺ, സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യം എന്താണെന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ബുള്ളി സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത്തെ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബുള്ളി സ്ട്രക്ചറിനകത്ത് നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് പോകാം. ഒത്തിരി സമയം എടുക്കുന്നില്ല, കുറച്ചൊരു ഇത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പെട്ടെന്നൊരു ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ വരുന്നു. അതിനുശേഷം പ്രൈസ് മൂളി പോകുന്നു. വിത്തിൻ ദിസ് ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷനകത്ത് വീണ്ടും ഒരു വി ഷേപ്പ് റിയാക്ഷൻ ഫോം ചെയ്യുന്നു. ആ ഫോം ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലിപ്പ് സോൺ എന്ന് നമ്മൾ പറയുന്നത്. ഫ്ലിപ്പ് സോൺ. സോ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളുടെ ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷനകത്ത്, അതായത് ഇതാണല്ലോ വി ഷേപ്പ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്. അപ്പം ഈ വി ഷേപ്പ് റിയാക്ഷനകത്താണ് ഈ അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം ഒരു വി ഷേപ്പ് റിയാക്ഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയയ്ക്ക് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഫ്ലിപ്പ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്പ് സോണിൻ്റെ ബോട്ടം ഒരു സ്വിംഗ് ലോ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫ്ലിപ്പ് സോണിൻ്റെ ബോട്ടം നമ്മൾ ഒരു സ്വിംഗ് ലോ ആയിട്ട് കാണുമ്പോൾ ആ സ്വിംഗ് ലോയുടെ താഴെ എന്താണെങ്കിലും ലിക്വിഡിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. അപ്പോൾ ഫ്ലിപ്പ് സോൺ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ വന്നിരിക്കുന്ന ഹൈ ആണ് അല്ലേ. ആ ഒരു സോൺ ഇറ്റ്സെൽഫ് അവിടെയുള്ള ഇനി അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈ സ്വീപ്പ് ചെയ്ത് കഴിയുമ്പം ഒഫീഷ്യലി വി ആർ കൺഫേമിങ് എന്താണ് ബെയറിഷ് ടു ബുള്ളിഷ് എന്ന സ്ട്രക്ചർ മാർക്കറ്റ് ഷിഫ്റ്റ് ഹാപ്പൻ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഷിഫ്റ്റ് കൺഫേം ചെയ്യുമ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ നിന്ന് വന്ന് ഈ ഒരു ഏരിയയുടെ മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കണം. ഒരു സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റിക്ക് നടക്കുന്നതിലും ബെറ്ററായിട്ട് ഒരു ബുള്ളി സ്ട്രക്ചറിൽ വരുമ്പോഴത്തേനും ഇവിടെ ഇതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യണം, പ്രൈസ് നേരെ വന്നിട്ട് ഇറ്റ് ഹാസ് ടു ഡിസ്കൗണ്ട് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ഈ ഡിസ്കൗണ്ടിങ് എന്തിനാണ് വരുന്നത്? ലാസ്റ്റ് ഈ ഫ്ലിപ്പ് സോണിൻ്റെ അകത്തുള്ള ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഫ്ലിപ്പ് സോണിൻ്റെ ഏരിയയിൽ ഫോം ചെയ്തിരിക്കുന്ന ലിക്വിഡിറ്റി ഫൈനലി ഇറ്റ് ഈസ് ലിക്വിഡേറ്റഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മളുടെ ബുള്ളി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമിലർലി ബെയറിഷ് സ്ട്രക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണേണ്ടത്? ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വേണേലും വരാം ഇവിടെ. ഓക്കെ, ഇതിപ്പോൾ ഈ പർട്ടിക്കുലർ രീതിയിൽ തന്നെ വരണമെന്നോ ഇല്ല. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ മേ ബി ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ലിക്വിഡിറ്റി സോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ സോൺ സ്വീപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾ ബുള്ളി സ്ട്രക്ചറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബെയറിഷ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാൻ കുറച്ച് നമ്മളത് നമ്മളുടെ കണ്ണുകളെ ട്രെയിൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇച്ചിരി പാടാണ് മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ അത് നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം പ്രൈസ് നേരെ താഴെ വന്നു, വീണ്ടും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, നോ പ്രോബ്ലം. അപ്പം ഇവിടെ ശേഷം പിന്നെ നമുക്ക് കാണേണ്ടത് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി ക്ലിയർ ചെയ്ത് പോകണം. ഓൾറൈറ്റ്, അപ്പോൾ ക്ലിയർ ചെയ്തപ്പോൾ ഒരു ഹൈ വരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇവിടം വരെ ഇവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്ത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ കാണേണ്ടത് ഒരു ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ താഴേക്ക് വരണം. സോ ഇതിനുശേഷം പ്രൈസ് ഇങ്ങനെ വന്നിട്ട് ഒരൊറ്റ സെല്ലിങ് വരണം താഴോട്ട്. അപ്പം നമുക്ക് മനസ്സിലായി സെല്ലിങ് ഇനിഷ്യേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ വി ഷേപ്ഡ് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ഇതിനകത്തെ കീ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വി ഷേപ്ഡ് റിയാക്ഷനിൽ നമ്മൾ ഇതിന് മാത്രം ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ബിക്കോസ് ഇവിടെ നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ കംപ്ലീറ്റ് റീറ്റെയിലേഴ്സിനെയും അവിടുന്ന് ഔട്ടാക്കി കളയുന്ന ഒരു കാര്യമാണ് ഈ വി ഷേപ്ഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഗെയിം ഈസ് ഓവർ. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? അതിനുശേഷം വി ഷേപ്ഡ് റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിത്തിൻ ദാറ്റ് ലെഗ് ഒരു ഫ്ലിപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യപ്പെടണം.
സോ വീണ്ടും ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, നമ്മുടെ ബുള്ളി സ്ട്രക്ചറിൽ ഫ്ലിപ്സ് ഓൺ വി ഷേപ്ഡ് എക്സാക്ട്ലി മുകളിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷേപ്ഡ് റിയാക്ഷൻ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു വി ഷേപ്ഡ് റിയാക്ഷൻ വീണ്ടും വരണം. വീണ്ടും വരുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ ഒരു ഫ്ലിപ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെയാണ് ഫ്ലിപ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, ബിക്കോസ് ഇത് സെല്ലിംഗ് സൈഡിലേക്കല്ലേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ ഒരു ഫ്ലിപ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഈ ഫ്ലിപ്സ് ഓൺ നമ്മളെടുത്ത് ഇവിടെ വെക്കുന്നു. അപ്പോൾ ഇവിടെ ഫ്ലിപ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹയർ സൈഡിലേക്ക് പ്രൈസ് വീണ്ടും വന്നിട്ട് ആ ഫ്ലിപ്സ് ഓണിൻ്റെ ലിക്വിഡിറ്റി എടുക്കണം. അപ്പോൾ അതിന് മുകളിൽ പ്രൈസ് കയറി ട്രേഡ് ചെയ്യണം, റൈറ്റ്. അപ്പോൾ പ്രൈസ് ഇതിന് മുകളിൽ, ഈ ഫ്ലിപ്സ് ഓണിൻ്റെ മുകളിൽ പ്രൈസ് നേരെ കയറി ട്രേഡ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിക്കണം, പ്രൈസ് വീണ്ടും ഒരു ഹ്യൂജ് സെൽ ഓഫ് ഇങ്ങോട്ട് നടക്കണം. അപ്പോൾ ഈ ഒരു സെൽ ഓഫിൽ നമ്മൾ ഈ സ്ട്രക്ചറിനെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് വീണ്ടും സപ്ലൈ ട്രിഗർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് സെൽ ഓഫ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇവിടുത്തെ ക്യാൻഡിൽ എങ്ങനെ ഇരിക്കും, നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും, ഇവിടെ നിന്ന് ഒരു സെൽ ഓഫ് വരുമ്പോഴത്തേനും ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് വൺ ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ടേൺഡ് ബുള്ളിഷ് ടു ബെയറിഷ്. ബിക്കോസ് അതിന് മുന്നിലുള്ള ഏരിയയിൽ നമ്മൾ എവിടെ എൻട്രി ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും നമ്മളെ ഔട്ടാക്കി കളയും മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൈസ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് ഇവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ദാറ്റ് മീൻസ് കംപ്ലീറ്റ് സ്ട്രക്ചർ, ബിക്കോസ് ഇവിടെ ഫ്ലിപ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മളിവിടെ എന്താണ് കാണുന്നത്, നമ്പർ 1 ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ലിക്വിഡിറ്റി പോയിന്റ് ക്ലിയർ ഔട്ട് ചെയ്തു ഈ ഒരു മൂവ്മെൻറ്റിൽ. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ, താഴേക്ക് പ്രൈസ് നേരെ വരുന്നു അല്ലേ. ഇവിടെ ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ വരുന്നു. ഷാർപ്പ് വി ഷേപ്ഡ് റിയാക്ഷൻ വരുമ്പോഴത്തേനും ദിസ് വി ഷേപ്ഡ് റിയാക്ഷൻ ഈസ് ദ കീ, ബിക്കോസ് സെല്ലിംഗ് സപ്ലൈ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. സപ്ലൈ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെയിം മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം സെല്ലിങ്ങിന് കൂടുക എന്നുള്ളതല്ല. ബിക്കോസ് മാർക്കറ്റ് ഇവിടെ നിന്ന് കുറേ നേരം ഈ സെല്ലിങ്ങിന് ഇനീഷ്യൽ ഏർലി സെല്ലേഴ്സ് എന്ന് പറയും ഇവിടെ കൂടുന്നവരെല്ലാവരും. അപ്പോൾ ഈ ഏർലി സെല്ലേഴ്സിൻ്റെ കൂട്ടത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്ലിപ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഇതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനസ്റ്റ് ഫോം ഓഫ് എൻട്രി എന്ന് പറയുന്നത് വി ഷേപ്ഡ് റിയാക്ഷൻ കാണുകയും അതിനുശേഷം ഫ്ലിപ്സ് ഓൺ ക്രിയേഷൻ നടക്കുമ്പോഴത്തേനും ഈ വി ഷേപ്ഡ് ഏരിയയിൽ വന്നിട്ട് പ്രൈസ് ഇവിടുത്തെ ഒരു ഇംബാലൻസോ എന്തെങ്കിലും ഇവിടെ കാണും. അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ക്യാൻഡിലായിരിക്കാം. അവിടെ എന്തെങ്കിലും ഒരു സ്വീപ്പ് ഓഫ് ലിക്വിഡിറ്റി ഇവിടെ നടക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഫ്ലിപ്സ് ഓൺ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് ഈസ് ടേണിങ് ബുളിഷ് ടു ബെയറിഷ്, ബിക്കോസ് ഇത് ബുള്ളിഷ് സ്ട്രക്ചറാണ്. താഴെ നിന്ന് പ്രോ ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കയറി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇത് ബിക്കോസ് ഇറ്റ് ഈസ് ടേണിങ് ഒള്ളി, കൺഫേം ആയിട്ടില്ല. കൺഫേം ആകുന്നത് എപ്പോഴാണ്, കൺഫേം ആകുന്നത് ഒറിജിനൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റിയുടെ ബോട്ടം, അതായത് ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലോ. ഈ ഇമ്പോർട്ടൻറ്റ് ലോയുടെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിന്നിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുന്നത് 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെഡ് ക്യാൻഡിൽ ഇവിടെ ബോട്ടം പോർഷനിൽ ട്രേഡ് ഇരുന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വെൻ ആൻ ഇമ്മീഡിയറ്റ് ലോ ഈസ് ബ്രോക്കൺ, വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, എന്താണ് സംഭവിക്കുന്നത്, ആൻ ഇമ്പോർട്ടൻറ്റ് ലോ ഈസ് ബ്രോക്കൺ, എന്താണ് സംഭവിക്കുന്നത്, ഇമ്മീഡിയറ്റ്ലി പ്രൈസ് വിൽ റിവേഴ്സ്, റൈറ്റ്. നമുക്കപ്പോൾ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ബൈ ആൻഡ് സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബെയറിഷ് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ്. സോ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റിക്കകത്ത് ഇവിടെ ആ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ വല്ല ഇംബാലൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ഇങ്ങോട്ട് വരുമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മളൊരു സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൈ പൊസിഷൻ നമ്മളിവിടെ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യും, റൈറ്റ്. ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ ബോട്ടം ഓഫ് ദിസ് ദെൻ വി വിൽ ബി എക്സിറ്റിംഗ്. എവിടെയായിരിക്കും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ഓഫ് എക്സിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, റൈറ്റ്. ഇവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിവിടെ വെരി മിനിമൽ സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യും. പിന്നെ ഒരു ക്യാൻഡിൽ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്ത് കളയാന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇവിടം വരെ വരുന്നതിൻ്റെ കാര്യം എന്താണ്, ഈ പ്രൈസിൻ്റെ മിറ്റിഗേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളിവിടെ നോക്കണം. ഇതാണ് നമ്മളുടെ പ്രൈസിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറ്റിഗേഷൻ, സെക്കൻഡ് പോയിന്റ് ഓഫ് മിറ്റിഗേഷൻ. ആ സമയത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മേ ബി ഇവിടെ കംപ്ലീറ്റ്ലി ഒരു ഇംബാലൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ദെൻ ഇവിടെ ഈ രണ്ട് മിറ്റിഗേഷനും കൂടെ കൂട്ടി കണക്കാക്കി ഇതിൻ്റെ അകത്ത് പ്രൈസ് കയറി വരും എന്നുള്ള രീതിയിൽ നമുക്ക് ഇമീഡിയറ്റ്ലി യു ക്യാൻ ടേക്ക് എ ബൈ പൊസിഷൻ ഫ്രം ഹിയർ. ഓക്കെ, അപ്പോൾ ബെയറിഷ് സ്ട്രക്ചറിനകത്ത് ബൈ പൊസിഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി
ഇനി എന്താണ് ചെയ്യുന്നത്? സോ ഒരു ബൈങ് എൻട്രി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ. ബിക്കോസ് നമുക്ക് ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം നമ്മൾ മാർക്കറ്റിൽ നോക്കിയിരിക്കേണ്ടി വരും. അതിനുശേഷം when an important low is broken, so market is turning bullish to bearish. ഇവിടെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് കൺഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടി. സോ പ്രൈസ് എന്ത് ചെയ്യും? മിറ്റിഗേഷന് വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി വരും. മുകളിലേക്ക് കയറി വന്ന് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഈ ഫ്ലിപ്പ് സോണിൻ്റെ ടോപ്പ് പോർഷൻ, സോ ഇതാണ് നമ്മളുടെ ഫ്ലിപ്പ് സോണിൻ്റെ ടോപ്പ് പോർഷൻ, അതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വി വിൽ ബി ഷോർട്ടിങ്, റൈറ്റ്? ദിസ് ഈസ് എ ബെയറിഷ് സ്ട്രക്ചർ കൺഫർമേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ബെയറിഷ് സ്ട്രക്ചർ നോക്കുന്നത്. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ്, ഈ ബെയറിഷ് സ്ട്രക്ചറിനകത്താണെങ്കിൽ പോലും ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്കിത് എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ തോട്ട് പ്രോസസ്സ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ വെയിറ്റ് ഫോർ ദ ലിക്വിഡിറ്റി സ്വീപ്പ്, നമ്പർ 1, റൈറ്റ്? ഇവിടെ വെയിറ്റ് ഫോർ ദ ലിക്വിഡിറ്റി സ്വീപ്പ്, നമ്പർ 1. നമ്പർ 2, വെയിറ്റ് ഫോർ ലിക്വിഡിറ്റി സ്വീപ്പ്, വെയിറ്റ് ഫോർ ദ ഫ്ലിപ്പ് സ്വീപ്പ്, നമ്പർ 2. ഫ്ലിപ്പ് സ്വീപ്പ് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കീ റിയാക്ഷൻ വേണം. ഫ്ലിപ്പ് സ്വീപ്പ്, വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് ഷിഫ്റ്റ്, 3. Then enter at the flip area, ഫ്ലിപ്പ് ഏരിയ സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്നത്. ആൻഡ് ഇത് സ്വീപ്പ് ചെയ്യാൻ വരുമ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുക, 4, റൈറ്റ്? ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ബുള്ളിഷ് സ്ട്രക്ചർ ബെയറിഷ് കൺഫർമേഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബുള്ളിഷ് സ്ട്രക്ചർ എങ്ങനെയാണ് ബെയറിഷ് സ്ട്രക്ചറിലേക്കുള്ള കൺഫർമേഷൻ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ ആയിരുന്നു, അല്ലേ? അപ്പോൾ ഇനി ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് അതിൻ്റെ ചാർട്ടിലുള്ള എക്സ്പ്ലനേഷൻ മാർക്കറ്റിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. അതുവരെ എല്ലാവരും കമൻസ് ഒക്കെ എഴുതുക. കമൻസ് ആണ് എൻ്റെ ഊർജ്ജം. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.